ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്നവരുടെ ഒരു വലിയൊരു പ്രശ്നമാണ് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ സ്റ്റിയറിംഗ് തിരിക്കാൻ കഴിയാതെ വരുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജംഗ്ഷനിൽ ടേൺ എടുക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് സ്റ്റിയറിംഗ് വളരെ വേഗത്തിൽ തിരിച്ചെങ്കിൽ മാത്രമേ വളരെ വേഗത്തിൽ ഒരു ജംഗ്ഷൻ ടേൺ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ഒരു ജംഗ്ഷനിൽ എത്തുന്ന സാഹചര്യങ്ങളിൽ പുറകിൽ മറ്റു വാഹനങ്ങൾ കാണും, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മറ്റു വണ്ടികളൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ചെറിയൊരു ടൈമേ നമുക്ക് കിട്ടത്തുള്ളൂ സ്റ്റിയറിംഗ് തിരിച്ച് വാഹനം വളരെ വേഗത്തിൽ മുന്നോട്ടെടുക്കാനായിട്ട്. അപ്പോൾ വളരെ വേഗത്തിൽ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ആൾക്കാർ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ലെഫ്റ്റ് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എടുത്തെടുത്ത് തിരികെ, ഇത് നല്ലൊരു മെത്തേഡാണ്. പക്ഷെങ്കിൽ നിങ്ങൾ നോക്കുക, നമുക്ക് വളരെ വേഗത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കും. നിങ്ങൾ നോക്കുക, ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് സ്റ്റിയറിംഗ് തിരിച്ച് ഒരു വാഹനം ഒരു ജംഗ്ഷനിൽ വളരെ വേഗത്തിൽ ടേൺ എടുക്കാനായിട്ട് കഴിയുന്നത്? അപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്തിൽ വേഗത്തിൽ സ്റ്റിയറിംഗ് തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അത് നിങ്ങളെ ഞാൻ വളരെ വേഗത്തിൽ ചെയ്ത് കാണിക്കാം. അതിനുശേഷം അതെങ്ങനെ പഠിച്ചെടുക്കാമെന്നുള്ളതും നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഇപ്പോൾ വേഗത്തിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് വളരെ വേഗത്തിലാണ് സ്റ്റിയറിംഗ് തിരിച്ചത്. ഇനി വീണ്ടും ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് കാണിക്കാം. നിങ്ങൾ നോക്കുക, വളരെ വേഗത്തിൽ ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു. വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ സ്റ്റിയറിംഗ് നേരെയാക്കി. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ തിരിക്കുന്ന മെത്തേഡ് അനുസരിച്ച് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എപ്പോൾ നമ്മൾ തിരിച്ചു കഴിയും? വളരെ സമയമെടുത്താണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. അപ്പോൾ ടേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ഹാൻഡ് ഓവർ ഹാൻഡ് മെത്തേഡാണ് ഏറ്റവും നല്ലത്. ഞാനതൊരു ജംഗ്ഷനിൽ ടേൺ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഹാൻഡ് ഓവർ ഹാൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കുക, എൻ്റെ കൈ സ്റ്റിയറിംഗിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ വലത്തെ കൈ എടുത്തത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇത് ഈ ഒരു രീതിയിൽ സ്റ്റിയറിംഗ് പിടിക്കുക, വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കുക. ആ ഒരു സമയത്ത് ഏകദേശം നിങ്ങളുടെ സ്റ്റിയറിംഗ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഇടത്തെ കൈ എടുത്ത് ഇത് ഈ ഒരു രീതിയിൽ ഹാൻഡിൻ്റെ മുകളിൽ ഹാൻഡായിട്ട് ക്രോസ് ആയിട്ട് വരിക. അതിനുശേഷം ഇത് ഇങ്ങനെ തിരിക്കുക. കണ്ടോ? ഇത് നിങ്ങൾ തിരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് തിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് ഇത് ഇങ്ങനെ തിരിച്ചു തുടങ്ങുക. ഈ ഒരു സമയത്ത് നമ്മുടെ ക്രോസ് ആയിട്ട് റൈറ്റ് സൈഡിലെ കൈ വരിക. ഇങ്ങനെ നിങ്ങൾ തിരിച്ച് പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ച് ഒരു ജംഗ്ഷൻ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കൊരു ടേൺ എടുത്ത് ഇടത്തെ സൈഡിലേക്ക് തന്നെ നമ്മുടെ വാഹനം വരാൻ കഴിയുന്നതാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ റൈറ്റ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തേക്കാണ്. എനിക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുകയാണ്. പൂർണ്ണമായിട്ട് ഞാൻ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, വളരെ വേഗത്തിൽ തിരിച്ചു കൊടുത്തു. ഇനി വാഹനം മെല്ലെ മുന്നോട്ടെടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, വാഹനം മെല്ലെ ഞാൻ മുന്നോട്ടെടുക്കുന്നു. അതിനുശേഷം ഇതേ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്നപ്പോൾ തന്നെ ഇതേ ഹാൻഡ് ഓവർ ഹാൻഡ് മെത്തേഡ് വെച്ച് ഇതേ സ്റ്റിയറിംഗ് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചെടുത്ത് റോഡിൻ്റെ ഇടത്തെ സൈഡിൽ വരാൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഞാനതൊരു ജംഗ്ഷനിൽ എടുത്ത് കാണിക്കാം. അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം പറയാം. നമ്മളൊരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ മെത്തേഡ് അല്ല യൂസ് ചെയ്യേണ്ടത്. പല മെത്തേഡുകൾ യൂസ് ചെയ്ത് ശീലിക്കുക. അപ്പോൾ അത് സാധാരണ ഒരു ഡ്രൈവർ ചെയ്യുന്ന മെത്തേഡുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മളിതേ ഒരു 10-10 പൊസിഷനിൽ കൈകൾ ഇത് ഇങ്ങനെ പിടിച്ചേക്കും. ഇങ്ങനെ പിടിച്ച് ഡ്രൈവ് ചെയ്യും. ആവറേജ് സ്ട്രെയിറ്റ് റോഡും ചെറിയ വളവും തിരിവൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കുക, നമുക്ക് കൈ പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ തിരിച്ചെടുക്കുക. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഇങ്ങനെ തിരിച്ചെടുക്കുക. ചെറിയ വളവാണ്. ഇങ്ങനെ തിരിഞ്ഞു, വളവ് നേരെയായി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെയാക്കി കൊടുക്കുക. കണ്ടില്ലേ? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുക, സ്ട്രെയിറ്റ് റോഡാണ്, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനി ആവറേജ് ഒരു വളവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എടുത്തെടുത്ത് ഇരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കൈ ഫ്രീ ആക്കി വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ 10-10 പൊസിഷനാണ് ഞാൻ പിടിച്ചേക്കുന്നത്. 9-3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് 9-3 ആണെങ്കിൽ പുഷ് പുൾ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ടേൺ എടുക്കണം. 9-3 പൊസിഷനിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൈകൾ ഒരു 9-3 പൊസിഷനിലാണ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് പുഷ് പുൾ മെത്തേഡ് യൂസ് ചെയ്യാം. കണ്ടില്ല, ഇപ്പം ഞാൻ എടുത്തെടുത്ത് തിരിച്ചു. ഇനി നമ്മൾ 10-10 പൊസിഷനാണ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് സാധാരണ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രീ ആക്കിക്കൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വാഹനം പോകുന്നു. നമ്മൾ 10-10 പൊസിഷൻ പിടിച്ചാൽ ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താൽ മതി. ജസ്റ്റ് ഇവിടെ കൈവെക്കുക. ഈ ഒരു രീതി സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. ഇനി 9-3 നമ്മൾ പിടിക്കുന്നത്, അതായത് ഈ ഒരു രീതിയിലാണ് സ്റ്റിയറിംഗ് പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ എടുത്തെടുത്തിരിക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണം. ഇങ്ങനെ എടുത്തിരിക്കുന്നു, റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നു. കണ്ടില്ലേ? ഓക്കെ, ഇങ്ങനെ തിരിയുന്നു. വീണ്ടും 9-3 പൊസിഷനിൽ വന്നു. ഞാനിത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നു. കണ്ടില്ലേ? എടുത്താണ് ഇവിടെ സ്റ്റിയറിംഗ് തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേൺ വരികയാണ്. നിങ്ങൾ നോക്കുക, നല്ല രീതിയിലുള്ള ടേൺ. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കണം. നിങ്ങൾ നോക്കിയേ, ഞാൻ ഹാൻഡ് ഓവർ ഹാൻഡ് മെത്തേഡ് വെച്ചാണ് ഇവിടെ തിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ സമയം എടുക്കും. നിങ്ങൾ നോക്കുക,
കണ്ടില്ലേ, നമുക്ക് വളരെ വേഗത്തിൽ ഈ ടേൺ ഇവിടെ എടുക്കാൻ കഴിഞ്ഞു. ഇനി വീണ്ടും നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിയണം. നിങ്ങൾ നോക്കുക, ഹാൻഡ് ഓവർ ഹാൻഡ് മെത്തേഡ് വെച്ച് ഞാനിതിവിടെ ഇങ്ങനെ തിരിഞ്ഞു വന്നു. ഓക്കെ, കണ്ടില്ലേ. ഇനി നമുക്കിവിടെ നേരെയാക്കാനായിട്ട് ഞാൻ പുഷ് പുൾ മെത്തേഡ് വെച്ചിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്തു. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ സ്ട്രെയിറ്റ് റോഡാണ്, ഇങ്ങനെ അങ്ങ് കൈ പിടിക്കാം. ഇവിടെ നമുക്ക് എടുത്തെടുത്ത് തിരിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല, റോഡ് സ്ട്രെയിറ്റ് ആണ്. നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താൽ മതി. ഇനി നമ്മളൊരു ടേണിലേക്കൊക്കെ വരുന്ന സാഹചര്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ നമുക്കൊരു ടേൺ തിരിയണം. ഓക്കെ, ഇവിടെ നമ്മൾ ടേൺ തിരിയുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ നോക്കുക, ഞാനിത് ഈ ഒരു കൈ ഫ്രീ ആയിട്ട് റൈറ്റ് സൈഡിലെ ഹാൻഡ് വെച്ച് മാത്രം ഇവിടെ തിരിക്കുന്നു. ഓക്കെ, അതിനുശേഷം ലെഫ്റ്റ് സൈഡിലെ ഹാൻഡ് ഇത് ഇവിടെ വരുന്നു, വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കൈ പിടിച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ എടുക്കാം. നിങ്ങൾ നോക്കുക, ഞാൻ റൈറ്റ് സൈഡിലെ ഹാൻഡ് ഫ്രീ ആക്കി കൊടുക്കുന്നു, ലെഫ്റ്റ് സൈഡിലെ ഹാൻഡ് വെച്ച് ഇങ്ങനെ വളവ് തിരിയുന്നു. കണ്ടോ, ഇങ്ങനെ തിരിച്ച് താഴോട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡുകൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേറൊരു മെത്തേഡും കൂടെ നോക്കാം. ഇത് എടുത്തെടുത്ത് തിരിക്കാം, പുഷ് പുൾ മെത്തേഡ്. അതായത് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വരുന്നു, അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് ഞാനിത് ഇങ്ങനെ തള്ളി കൊടുക്കും. ഇതിങ്ങനെ തിരിഞ്ഞു, അതിനുശേഷം വീണ്ടും വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. വീണ്ടും നമുക്ക് ഇവിടെ തിരിയണം, റൈറ്റ് സൈഡിലെ കൈ കൊണ്ട് സ്റ്റിയറിംഗ് താഴോട്ട് വലിക്കുന്നു, ഇടത്തെ കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് മേളിലേക്ക് തള്ളി കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും സ്റ്റിയറിംഗ് നേരെയായി. ഇനി വീണ്ടും നമുക്കിവിടെ പുഷ് പുൾ മെത്തേഡ് യൂസ് ചെയ്യാം. ആവറേജ് നല്ലൊരു വളവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടത്തെ കൈ ഞാനിത് എവിടെ ഇങ്ങനെ വെച്ച് താഴോട്ട് വലിക്കുന്നു, വലത്തെ കൈ ഫ്രീ ആക്കിയിട്ട് ഇങ്ങനെ മേളിലേക്ക് തള്ളിക്കൊടുക്കും. ഓക്കെ, ഇങ്ങനെ തള്ളിക്കൊടുത്ത് ഇവിടെ തിരിഞ്ഞ് കയറി വന്നു. വീണ്ടും റൈറ്റ് സൈഡിലെ ഹാൻഡ് കൊണ്ട് ഇങ്ങനെ വലിക്കുന്നു, ലെഫ്റ്റ് സൈഡ് കൊണ്ട് ഇങ്ങനെ തള്ളിക്കൊടുക്കുന്നു. വീണ്ടും ഞാനിത് രണ്ട് കൈ പുഷ് പുൾ മെത്തേഡ് അനുസരിച്ച് സ്റ്റിയറിംഗ് നേരെയാക്കുന്നു. ഇപ്പോൾ ഞാൻ 4th ഗിയറിലാണ് വാഹനമായിട്ട് പോകുന്നത്. ഇനി ഞാൻ ഹാൻഡ് ഓവർ ഹാൻഡ് മെത്തേഡ് അല്ല, സാധാരണ ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ടേൺ എടുക്കണം. ടേൺ എടുക്കുന്ന സമയത്ത് എൻ്റെ കൈ ഇവിടെയുണ്ട്, കണ്ടില്ലേ, ഒരു 10 പൊസിഷനിലാണ് കൈ പിടിച്ചേക്കുന്നത്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ, ഇങ്ങനെ വളവ് തിരിഞ്ഞു. കണ്ടോ, ഇവിടെ എടുത്തെടുത്ത് തിരിക്കേണ്ടതായിട്ട് വന്നില്ല. അപ്പോൾ ഈ പല മെത്തേഡുകൾ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമായെന്ന് കരുതുന്നു. ഞാൻ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ ഒരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്തുള്ള വീഡിയോ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കയറി കാണാം. നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് വീഡിയോകളുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ വാട്സപ്പ് നമ്പരും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.